ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖം തരുന്നു. കുറച്ച് നാളായിട്ടൊരു ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് പുതിയതായിട്ട് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ വിസ അപ്രൂവലുമായിട്ട് വളരെ വലിയൊരു ആ, ബന്ധമുണ്ടെന്നുള്ളത്. കാരണം നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ അവർ ചോദിക്കുന്നുണ്ട്. ഉള്ളവരൊക്കെ അത് ഹാൻഡിലുകൾ നമ്മൾ DS-160 ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ കമൻറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്കർഷൻ ഫോട്ടോയോ ഒരു വെക്കേഷൻ ഫോട്ടോയോ അതെല്ലാം നിങ്ങളുടെ ഒരു ഗവൺമെൻറ് ഡേറ്റാബേസ് ഇരിക്കുകയാണെന്നുള്ളത് നമുക്ക് സാധാരണ പെട്ടെന്ന് US ഗവൺമെൻറ്റിനെ കുറിച്ച് അറിയുമ്പോൾ അറിയാമല്ലോ. കാരണം ഫേസ്ബുക്ക്, ഗൂഗിൾ, ഇൻസ്റ്റഗ്രാം അങ്ങനെ എന്തൊക്കെയായെന്ന് പറഞ്ഞാലും US കോൺസുലാർ ഉദ്യോഗസ്ഥർക്ക് ഈ ഡേറ്റാബേസിലേക്കൊക്കെ നല്ല നല്ല ഡെപ്തിലുള്ള ആക്സസ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഹായ്. അപ്പം എങ്ങനെയാണ് സോഷ്യൽ മീഡിയ സ്ക്രീനിങ്ങും US വിസയായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്നുള്ളതിനെ കുറിച്ചും എങ്ങനെ നിങ്ങൾക്ക് ഡിജിറ്റൽ ഫുഡ് പ്രിന്റ് മെയിൻറ്റെയിൻ ചെയ്യാം, അത് ക്ലെൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വിസ ആപ്ലിക്കേഷൻ വളരെ സക്സസ്ഫുൾ ആക്കാതിനെ കുറിച്ചാണ് ഇന്നത്തെ ടോപ്പിക്. സോ വീഡിയോ ആദ്യ അവസാനം കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. 2017 മുതൽ US കോൺസുലർ ഒഫീഷ്യൽസ് ആപ്ലിക്കൻസിൻ്റെ സോഷ്യൽ മീഡിയ ഫുഡ് പ്രിന്റ് ചെക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു വരുന്നത് ഏകദേശം 17 മില്യൺ ആൾക്കാരാണ് ഒരു വർഷം സോഷ്യൽ മീഡിയ വഴി ഈ സ്കൂട്ടിനി ഫേസ് ചെയ്യുന്നുള്ളത്. ദാറ്റ്സ് എ വെരി ബിഗ് നമ്പർ, റൈറ്റ്? അതിൽ പേടിപ്പിക്കുന്ന ഭാഗം എന്താണെന്ന് വെച്ചാൽ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലർക്കും റെഡ് ഫ്ലാഗ്സ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു മീമോ ഒരു ടാഗ് ഫോട്ടോയോ ഒരു കമൻറ്റോ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്നുള്ളതാണ്. സോ അവർക്കത് ഫിൽട്ടർ ചെയ്യാനുള്ള ടൂൾസ് അൺലിമിറ്റഡ് ആണെന്ന് നിങ്ങൾ ഓർക്കുക. നിങ്ങൾ DS-160 ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിനെ കുറിച്ചുള്ള ചോദ്യമുണ്ട്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ലിങ്ക്ഡിൻ, യൂട്യൂബിനൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി ഒരു സെക്ഷൻ ഉണ്ട്. പക്ഷേ ആ ഫോമിൽ നിങ്ങളോട് അവർ പറയാത്തൊരു കാര്യമുണ്ട്. അവർക്ക് നിങ്ങൾ അക്സസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഒരുപാട് വിവരങ്ങൾ അക്സസ് ചെയ്യാൻ പറ്റും. സോ സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ അവിടെ അത് നമ്മൾ മാക്സിമം റിവീൽ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷന് ഈ സോഷ്യൽ മീഡിയയുടെ പറഞ്ഞ പോലെ ഒരുപാട് കമ്പനീസുമായി ഡയറക്റ്റ് കോൺട്രാക്ട്സ് ഉണ്ട്. അവർക്ക് ഡിലീറ്റഡ് മെസ്സേജസ് കാണാൻ പറ്റും, ഡിലീറ്റഡ് പോസ്റ്റ് കാണാൻ പറ്റും, ഡിലീറ്റഡ് ടാഗ്ഡ് ഫോട്ടോസ് കാണാൻ പറ്റും. സോ കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ്റെ സ്ക്രൂട്ടിനി വളരെ ഇമ്പോർട്ടൻറ്റ്. ഈവൻ ഇഫ് യു വിസ ഇസ് അപ്രൂവ്ഡ്, നിങ്ങൾ US എത്തുമ്പോഴത്തേക്ക് CBP ഒഫീഷ്യൽസിന് ദേ ക്യാൻ ആക്സസ് മോർ ദാൻ വാട്ട് യു തിങ്ക്. നമുക്ക് കുറച്ച് റിയൽ വേൾഡ് ഇമ്പാക്ട് സ്റ്റോറീസ് പരിചയപ്പെടാം. ഇപ്പം ഒരു വെക്കേഷൻ ഫോട്ടോഗ്രാഫ് രാജേഷ് എന്ന് പറഞ്ഞ മുംബൈയിൽ നിന്ന് അപ്ലൈ ഫോർ B1 B2 വിസ. ഒരു B1 ഒരു ബിസിനസ് കോൺഫറൻസ് വേണ്ടി അപ്ലൈ ചെയ്തു. പക്ഷേ ആപ്ലിക്കേഷൻ വാസ് റിജക്റ്റഡ്. എന്ന് വെച്ചാൽ അവൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മൊത്തം ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള പാർട്ടിങ് ആയിട്ടുള്ള ഫോട്ടോസും ട്രാവൽ ഫോട്ടോസും ഒക്കെ ഉണ്ടായിരുന്നു. സോ ദ ഓഫീസർ കൺക്ലൂഡഡ് ദാറ്റ് ഹി ഹാസ് സഫിഷ്യൻറ്റ് ഫണ്ട് ടു ട്രാവൽ ഫോർ പ്ലഷർ ആൻഡ് ക്വസ്റ്റ്യനിങ് ഹിസ് ട്രൂ ഇൻറ്റൻറ്റ് ടു കം ബാക്ക് ടു ഇന്ത്യ. രണ്ടാമത്തത് ഒരു സെനാരിയോ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പോസ്റ്റ് പ്രോബ്ലം. Priya from Delhi lost her B2 visa because she had shared a post criticizing US foreign policy and liked several anti-American memes, and she posted many comments. പ്രിയ അമേരിക്കയെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള കമൻസ് പബ്ലിഷ് ചെയ്തു, ആൻറ്റി-അമേരിക്കൻ മീംസ് ലൈക്ക് ചെയ്തു, ഷെയർ ചെയ്തു. സോ അതുകൊണ്ട് പൊളിറ്റിക്കൽ ഇഷ്യൂ വരുന്നു. മൂന്നാമത്തെ കേസ് എന്ന് പറയുമ്പോൾ എംപ്ലോയ്മെൻറ്റ് ഇൻകൺസിസ്റ്റൻസി. സുരേഷ് എന്ന് പറയുന്ന ഒരു ക്ലെയിം ടു ബി എ സ്മാൾ ബിസിനസ് ഓണറാണെന്ന് ക്ലെയിം ചെയ്തു. 8 ലക്ഷം രൂപ ആനുവലി. ബട്ട് അവൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഹി വാസ് ആക്ച്വലി സീനിയർ മാനേജർ. അപ്പം ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ സീനിയർ മാനേജറാണെന്ന് ഓഫീസർക്ക് മനസ്സിലായി. അപ്പോൾ ഇത് ഒരു എംപ്ലോയ്മെൻറ്റ് ഇൻകൺസിസ്റ്റൻസി. ഇതൊരു 3 സെനാരിയോ ആണ്. ഒന്ന് നമ്മുടെ വെക്കേഷൻ ഫോട്ടോ ട്രാപ്പ്, 2 ദ പൊളിറ്റിക്കൽ പോസ്റ്റ് പ്രോബ്ലം, മൂന്നാമത്തത് എംപ്ലോയ്മെൻറ്റ് ഇൻകൺസിസ്റ്റൻസി. ഇങ്ങനെ നമ്മൾ DS-160യും നമ്മളുടെ ആക്ച്വൽ പ്രൊഫൈലുമായിട്ടുള്ള ഇൻകമ്പാറ്റബിലിറ്റി അവർക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ് അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് ഈ സിനാരിയോസൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻ മുതൽ നമ്മുടെ സോഷ്യൽ മീഡിയ ക്ലെൻസ് ചെയ്യാൻ വേണ്ടി തുടങ്ങണം. സോ എന്തൊക്കെയാണ് ഈ വിസ ഓഫീഷ്യൽസ് ആക്ച്വലി ലുക്ക് ചെയ്യുന്നത്? അതായത് ഇൻകൺസിസ്റ്റൻറ്റ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ, ഷോയിങ് എ ലക്ഷറി ലൈഫ് സ്റ്റൈല്, പക്ഷേ ക്ലെയിമിങ് ലോ ഇൻകം ക്ലെയിം ചെയ്യും. രണ്ടാമത്തത് റീസെൻറ്റ് എക്സ്പെൻസീവ് പർച്ചേസസ്, അതിനകത്ത് പക്ഷേ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒന്നും കാണുന്നില്ല. രണ്ടാമത്തത് ഇമിഗ്രേഷൻ ഇൻറ്റൻറ്റ് ഇഷ്യൂസ്, പോസ്റ്റ് അബൌട്ട്
യു എസ് സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിച്ച് നടത്തുന്ന പോസ്റ്റുകൾ, യു എസ് കമ്പനീസിൽ ജോബ് ഹണ്ട് നടത്തിയ പോസ്റ്റുകൾ ലിങ്ക്ഡിനിലൊക്കെ, പിന്നെ റിലേഷൻഷിപ്പ് പോസ്റ്റ് വിത്ത് യു എസ് സിറ്റിസൺസ് ഓർ ക്ലയൻസ്, അതായത് യു എസ് പൗരന്മാരുമായിട്ടുള്ള ബന്ധം കാണിക്കുന്ന പോസ്റ്റുകളോ ഫോട്ടോകളൊക്കെ. മൂന്നാമത്തെ ഒരു സെക്യൂരിറ്റി കൺസേൺസ് ആണ് പൊളിറ്റിക്കൽ പോസ്റ്റ് അഗെയിൻസ്റ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഫോർ എക്സാമ്പിൾ, സപ്പോർട്ടിങ് ഇറാൻ ഓർ സപ്പോർട്ടിങ് ചൈന ആൻഡ് ഡിഫേമിങ് യു എസ് പൊളിറ്റിക്കൽ പോളിസീസ്, ഫോറിൻ അഫെയർസ് ആൻഡ് ഓൾ. യു എസിനെ ക്രിട്ടിസൈസ് ചെയ്യുക, യു എസിൻ്റെ ഫോറിൻ പോളിസികളെ ക്രിട്ടിസൈസ് ചെയ്യുക, യു എസിൻ്റെ എനിമീസിനെ സപ്പോർട്ട് ചെയ്യുക. സോ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ, ഫോട്ടോസ്, റീൽസ്, അതൊക്കെ നിങ്ങളുടെ വിസ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാൻ കാരണമാകാം. നാലാമത്തെ പറയുന്നത് ക്യാരക്ടർ ഇഷ്യൂസ് ആണ്. എക്സസീവ് ഡ്രിങ്കിങ് ഓർ പാർട്ടി ഫോട്ടോസ്, പിന്നെ ഇൻഅപ്രോപ്രിയേറ്റ് ഒരു ഒഫൻസീവ് കണ്ടന്റ്, എവിഡൻസ് ഓഫ് ഡിസോണസ്റ്റി ആൻഡ് ഇല്ലീഗൽ ബിഹേവിയർ. ഇതൊക്കെ നിങ്ങൾ ലിങ്ക്ഡിനിലൊക്കെ വേണോ നിങ്ങളെ ടാഗ് ചെയ്തിട്ട് നിങ്ങളുടെ ഡിസോണസ്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ മെൻഷൻ ചെയ്തിട്ടുള്ള ഫോട്ടോസ്, ഓവർ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രിങ്കിങ്, ഓവർ എക്സസീവ് ആയിട്ടുള്ള ഡ്രിങ്കിങ്, പാർട്ടിങ് ഫോട്ടോസ്. പിന്നെ ഇങ്ങനെയുള്ള ക്യാരക്ടർ ഫോട്ടോസും ക്യാരക്ടർ ആയിട്ടുള്ള ഇഷ്യൂസും നമ്മൾ വിസ ആപ്ലിക്കേഷനെ ബാധിക്കാം. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അവർ ജസ്റ്റ് നിങ്ങളുടെ കണ്ടന്റ് മാത്രമല്ല അനലൈസ് ചെയ്യുന്നത്. they will cross check content with your family members, your relatives, your people who are tagged in your photos. സോ അവരുടെ ആപ്ലിക്കേഷനും ഫാമിലി റിജക്റ്റ് ആകാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും 1000 മടങ്ങ് കാര്യങ്ങൾക്ക് അവർ ആക്സസ് ചെയ്യാൻ പറ്റും. അതിനുള്ള ടൂൾസ് അവരുടെ കയ്യിൽ ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഓർക്കുക. സോ നാലാമത്തേത് ദ ഡൂസ് ആൻഡ് ഡോൺസ്. ദ അബ്സല്യൂട്ട് ഡോൺസ് എന്ന് പറഞ്ഞാൽ, ഡോണ്ട് ലൈ ഓർ ഹൈഡ് ഇൻഫർമേഷൻ. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് റിവീൽ ചെയ്യുക, അതിൻ്റെ ലിങ്ക് കൊടുക്കുക. ഡോണ്ട് പോസ്റ്റ് അബൌട്ട് യുവർ വിസ ആപ്ലിക്കേഷൻ. നിങ്ങളുടെ വിസ ആപ്ലിക്കേഷനെ കുറിച്ച് ഇൻ്റർവ്യൂ ഡേറ്റ്, ഡിസ്കസിങ് ചാൻസസ്, അപ്രൂവൽ റേറ്റ്, അതിനെക്കുറിച്ചൊന്നും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാതിരിക്കുക. ഡോണ്ട് ഷോ ഓഫ് വെൽത്തി ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് യുവർ ഡിക്ലെയർഡ് ഇൻകം. അത് നിങ്ങൾക്ക് 2 ലക്ഷം രൂപ വാച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ ആനുവൽ സാലറി ക്ലെയിം മാച്ച് ആകത്തില്ലല്ലോ. അപ്പം 5 ലക്ഷം രൂപയുടെ ആനുവൽ ഇൻകം ഉള്ള ഒരാൾക്ക് 2 ലക്ഷം രൂപയുടെ വാച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിൾ അല്ലേ. സോ ഫൈനാൻഷ്യൽ ഇൻകോമ്പിറ്റൻസീസ് അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻസീസ് നിങ്ങളുടെ പ്രൊഫൈലുകളിൽ ഷോ ചെയ്തിരിക്കാൻ ശ്രമിക്കുക. നാലാമത്തെ, ഡോണ്ട് എൻഗേജ് വിത്ത് ആൻറ്റി യു എസ് കണ്ടന്റ്. ഒരിക്കലും യു എസിനെതിരെയായിട്ടുള്ള പോസ്റ്റുകൾ, യു എസിനെതിരെ ഫോറിൻ പോളിസീസിനെതിരായിട്ടുള്ള പോസ്റ്റുകൾ, വീഡിയോസ്, അതിൽ എൻഗേജ് ചെയ്യാതിരിക്കുക, കമൻറ്റ് ചെയ്യാതിരിക്കുക, ലൈക്ക് ചെയ്യാതിരിക്കുക, ഷെയർ ചെയ്യാതിരിക്കുക. 5-ാമത്തെ പറഞ്ഞാൽ ഡോണ്ട് പോസ്റ്റ് എനിത്തിങ് അബൌട്ട് ജോബ് സെർച്ചിങ് ഓർ സെറ്റിലിംഗ് എബ്രോഡ്. ഇപ്പം യു എസ് മാത്രമല്ല, ഏതെങ്കിലും ഒരു ഇൻ്റർനാഷണൽ ലൈക്ക് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഇംഗ്ലണ്ട്, അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ജോബ് ഹണ്ടിങ്ങോ ജോബിന് പോകാനുള്ള പോസ്റ്റുകളോ അതിനെക്കുറിച്ചൊന്നും നിങ്ങളുടെ പേഴ്സണൽ പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്യാതിരിക്കുക. സോ ദ അബ്സല്യൂട്ട് ഡൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു കണ്ടക്ട് എ സോഷ്യൽ മീഡിയ ഓഡിറ്റ്. ഗോ ബാക്ക് ടു 5 വർഷത്തിന് മുമ്പ് പോവുക, റിവ്യൂ എവറിത്തിങ്, പോസ്റ്റ്, കമൻറ്റ്, ലൈക്സ് ആൻഡ് ടാഗ്സ്. യു ക്യാൻ നിങ്ങളുടെ ആക്ടിവിറ്റി ലോഗിൽ പോയിട്ട് നിങ്ങളുടെ ആക്ടിവിറ്റീസ് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ആൻറ്റി യു എസ് ആയിട്ടുള്ളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഇൻകോമ്പിറ്റൻസിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പോസ്റ്റുകളോ ലൈക്കുകളോ ഷെയറുകളോ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുക. ഡു മെയിൻറ്റെയിൻ കൺസിസ്റ്റൻസി. യുവർ സോഷ്യൽ മീഡിയ ലൈഫ് സ്റ്റൈൽ ഷുഡ് മാച്ച് യുവർ വിസ ആപ്ലിക്കേഷൻ നാരേറ്റീവ്. ഇപ്പോൾ നിങ്ങളൊരു ഫുഡിയാണ്, ഒരു ഫുഡ് ഫെസ്റ്റിവലിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ആ ഒരു ആക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റുകൾ കാണും. അല്ലാതെ നിങ്ങളൊരു ഫുഡിയാണ്, നിങ്ങളുടെ പോസ്റ്റുകളെല്ലാം ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ സോ നിങ്ങളുടെ നാരേറ്റീവുമായിട്ട് ഒരു മാച്ചിങ് അവിടെ ഉണ്ടാവില്ല. പിന്നെ ഷോക്കേസ് സ്ട്രോങ് ഹോം കൺട്രി ടൈസ് എന്ന് വയ്ക്കുക. പോസ്റ്റ് അബൌട്ട് നിങ്ങളുടെ ജോബിനെ കുറിച്ചും ഫാമിലിയെക്കുറിച്ചും പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചും ലോക്കൽ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റ്, സ്വന്തം വീടുകൾ, സ്വന്തം പ്രോപ്പർട്ടീസ്, അതൊക്കെ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. ഫാമിലി ഈവൻറ്റുകളുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ജോബിനെ കുറിച്ച് പോസ്റ്റ് ചെയ്യുക, എന്ത് ജോബാണ് നിങ്ങളുടെ ചെയ്യുന്ന നാട്ടിലൊക്കെ പോസ്റ്റ് ചെയ്യുക. ഡു മോണിറ്റർ വാട്ട് അതേഴ്സ് പോസ്റ്റ് അബൌട്ട് യു എന്ന് വെച്ചാൽ നിങ്ങളെ ടാഗ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റിൽ ഒരു ആൻറ്റി യു എസ് സെൻറ്റിമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ അത് ബാധിക്കാം. സോ നിങ്ങളെ ടാഗ് ചെയ്തിരിക്കുന്ന ഫോട്ടോസ് മാക്സിമം നിങ്ങൾ റിവ്യൂ ചെയ്യുക. അല്ലെങ്കിൽ അത് റിവ്യൂ ചെയ്യുന്നത് മാത്രം പബ്ലിഷ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് മാറുക. ടൈം ലൈൻ റിവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ, അങ്ങനെ ഫേസ്ബുക്കിലാണെങ്കിൽ അതുപോലെ എല്ലായിടത്തും ഉണ്ട്. നമ്മളെ ടാഗ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ടാഗ് ചെയ്ത ഫോട്ടോകൾ മാനുവലി റിവ്യൂ ചെയ്തതിന് മാത്രം അപ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് മാറുക. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ എങ്ങനെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാം, സോഷ്യൽ മീഡിയ ക്ലീനപ്പ് സ്ട്രാറ്റജിയെ കുറിച്ചായിരിക്കും. അപ്പോൾ ഡു വാച്ച് ദ വീഡിയോസ് ടു ബ്രദേഴ്സ്.
and sisters, and thank you so much for your support and your help. ആൻഡ് ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. നിങ്ങളില്ലാതെ എനിക്കിതൊന്നും സാധ്യമാകത്തില്ല. നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഈ കണ്ടന്റിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എതിർ അഭിപ്രായം ഉണ്ടെങ്കിലോ നിങ്ങളുടെ സജഷൻസ് റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. അതല്ലാതെ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. നിങ്ങൾ കാണാറുണ്ടല്ലോ, എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാതിരിക്കത്തില്ല. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിക്കുന്നു. അപ്പം താങ്ക് യു സോ മച്ച് എവരിബഡി, ആൻഡ് വിഷ് യു എ വെരി ഗുഡ് ലക്ക് വിത്ത് യുവർ വിസ ആപ്ലിക്കേഷൻ. ടേക്ക് കെയർ.